നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് എല്ലാവരും ഒന്ന് നോക്കി വെച്ചിരിക്കുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാനുള്ളതാണ്. ഒരു 95% ആൾക്കാർക്കും ഈ മരുന്നിനെ കുറിച്ച് അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉള്ളതുമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് പേര്. ഇതിൻ്റെ ഗുണത്തിനെക്കുറിച്ച് അറിയാനുള്ളതും ഈ ഗുണം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ കഫക്കെട്ട് ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഈ കഫക്കെട്ടിനും ഈ പിന്നെ ചുമയ്ക്കൊക്കെയാണ് ഇത് കൂടുതൽ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് മറ്റുള്ളവർക്ക് കൂടുതൽ അറിയാനുള്ളത്. എന്നാൽ ഈ ആടലോടം പിന്നെ ഒരു പ്രത്യേക നമ്മൾ ഇന്ന് വരുന്ന എന്താണ് ഷുഗറാണുള്ളത് പ്രധാനമായിട്ട് അസുഖം. എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കുള്ള അസുഖങ്ങളെന്ന് പറയുന്നത് ഷുഗറാണല്ലോ. ആ ഷുഗറിന് ഏറ്റവും ബെസ്റ്റാണ് ഈ ആടലോടത്തിൻ്റെ നീര്. ആടലോടം ഇലയെടുത്ത് നീരെടുത്ത് സേവിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഒരു 3 ഇല എടുത്താൽ മതിയാവും. ചെറിയ ഇലയാണെങ്കിൽ ഒരു 5 ഇല. ഇതുപോലെ വലിയ ഇലയാണെങ്കിൽ ഇത് പിന്നെ ചെറുതും കൊണ്ട് വലുതുണ്ട്. ചെറിയ ഇലയൊക്കെ ആണെങ്കിൽ ഒരു 3 ഇല 5 ഇല വേണം. വലിയ ഇലയൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇതാണ് ഇതിൻ്റെ അളവ്. ആ അളവിൽ കൃത്യ അളവിൽ നമ്മൾ എടുക്കേണ്ടത്. എടുത്ത് ഇത് എന്ത് ചെയ്യണം, ഒന്ന് അരയ്ക്കണം. നല്ല മിക്സിയിൽ അരയ്ക്കുന്നത് അത്ര ഇതല്ല. എന്നാലും മിക്സിയിൽ നിങ്ങൾക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റുള്ളൂന്നെങ്കിൽ മിക്സിയിൽ അരയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ എന്നാൽ നമ്മൾ അമ്മിയിലാണ് അരയ്ക്കേണ്ടത്. അമ്മിയിലെയോ കൽവത്തിലെയോ വെച്ച് അരയ്ക്കേണ്ടതാണ് ഈ പച്ചില. ഒരു 3 പച്ചില എടുത്തിട്ട് കൽവത്തിലോ അമ്മിയിലോ വെച്ച് അരച്ച് നല്ല നീരെടുക്കണം. ഇതിൻ്റെ നീര് മാത്രം മതി, കൊത്തു വേണ്ട. ഇത് നല്ല അരച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു തുണിയിൽ വെച്ച് പിഴിഞ്ഞാൽ മതി. ഇതിൻ്റെ നീര് കിട്ടും. അതാണ് നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നീര് മാത്രം മതി. പിന്നെ ഇത്തിരി കയ്പുള്ളതാണ്. അത് ഷുഗറുള്ളവർ കഴിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഈ പറഞ്ഞ കണക്കിന് കയ്പ് നോക്കൂലല്ലോ. നമ്മൾക്ക് ഷുഗറിന് ഏറ്റവും നല്ലതല്ലേ. ഷുഗറിന് ഇത് എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇൻസുലിനിന് പകരം ഇത് ഉപയോഗിക്കാം. ഇൻസുലിന് പകരം ഇതിൻ്റെ നീര് ഒരു 3 ഇലയിലൊക്കെ എടുത്ത് അരച്ച് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് ഒരു സ്പൂണാണ് ഇതിൻ്റെ അളവ്. അത് 3 ഇല അരച്ച് നീരെടുക്കുമ്പോൾ 1 സ്പൂണ് വരും. ഇതിൽ 1 സ്പൂണ് നീരെടുത്ത് ചെറിയ ഇലയാണെങ്കിൽ 5 ഇല, ഇത് കണക്ക് വലിയ ഇലയാണെങ്കിൽ ഒരു 3 ഇല മതിയാവും. അതാണ് ഇതിൻ്റെ അളവ്. എടുത്തിട്ട് നല്ല രീതിയിൽ അരച്ച് ഇതിനെ നല്ല മഷി പോലെ അരയ്ക്കണം. അരച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കണം. നീരെടുത്തിട്ട് ഇതിൻ്റെ നീരും രാവിലെയും പിന്നെ വൈകുന്നേരമൊക്കെ രാവിലെ ഒരു ഇൻസുലിൻ എടുക്കുന്നത് വൈകുന്നേരം 2 ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ 2 നേരം കഴിക്കണം. രാവിലെ വൈകുന്നേരം ഇൻസുലിനാണ് എടുക്കണമെങ്കിൽ 2 നേരം കഴിക്കേണ്ടി വരും. അല്ല ഒരു ഇൻസുലിൻ എടുക്കുന്നത് നിങ്ങൾ രാവിലെ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ രാവിലെ മാത്രം ഇതിൽ ഒരു സ്പൂണ് ഇതിൻ്റെ ഈ ഇലച്ചാറ് ഒരു 100 ഇതിൽ വെള്ളം ചേർക്കുന്നത് അരയ്ക്കണം. നല്ല അരച്ചിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു സ്പൂണ് ഉണ്ടാവണം അതിൻ്റെ നീരെടുക്കുന്നത്. അതിൻ്റെ നീര് ഒരു സ്പൂണ് മതിയാവും. 1 സ്പൂണ് നീര് മാത്രം കുടിച്ചാൽ മതി. വേറെ ഒന്നും ചേർക്കണ്ട. ഇതിൽ നമുക്ക് പിന്നെ അത്ര കയ്പ് പറ്റാത്തവർക്ക് വേണമെങ്കിൽ കർക്കണ്ട് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കുടിക്കണതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നിങ്ങൾ ഇത് മാത്രം അരച്ച് കുടിച്ചാൽ ഇതിൻ്റെ നീരെടുത്ത് കുടിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഇത് എന്താണ് ഇൻസുലിൻ എടുക്കേണ്ട കാര്യം വരില്ല. അത് ഏറ്റവും ബെസ്റ്റാണ്. ഇൻസുലിനിന് പകരം ഈ ആടലോടം ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ തീർത്ത് മാറും. ഷുഗർ രോഗം തീർത്ത് മാറുമെന്ന് പറഞ്ഞാൽ അത്
പിന്നെ ഇതുവരെ ഒരു മരുന്നിലും പിന്നെ തീർത്ത് ഷുഗർ രോഗം മാറിയിട്ടില്ല. എന്നാൽ ഇതിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ളത് ഇതാണ്. ഇത് നമ്മൾ ഒരു മാസമൊക്കെ ഇതിൻ്റെ നീര് കഴിക്കുമ്പോൾ തന്നെ പിന്നെ ഷുഗർ കൺട്രോളിലാകും. പിന്നെ നിങ്ങൾ ഗുളിക മാത്രം കഴിച്ചാൽ മതിയാവും. അതാണ് അതിൻ്റെ ടെസ്റ്റ് ചെയ്തോളണം. നിങ്ങളിത് കഴിക്കണമെങ്കിലും ടെസ്റ്റ് ചെയ്തോളണം. ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ, മിക്കവാറും ഉള്ളവരുടെ കയ്യിൽ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ കാണുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെ അല്ല. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കഴിക്കുക. ഇതിൻ്റെ നീര് മാത്രം കഴിച്ചാൽ മതിയാവും. 1 സ്പൂണാണ് ഇതിൻ്റെ അളവ്. എടുത്ത് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും. ഇതാണ് ഷുഗർ രോഗത്തിന് ഇൻസുലിന് പകരം ഉപയോഗിക്കേണ്ട സാധനമാണ്. നമ്മൾ അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതിനെ നമ്മൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. എല്ലാവരും വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ ഈ ആടലോടെ തന്നെ കാണുന്നത്. എന്നാൽ ഇത് വളരെ ഔഷധത്തിന് ഏറ്റവും വലിയ ഗുണമുള്ളതാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഗുണം എല്ലാവരും അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ കൂടുതൽ ഇത് നമുക്ക് പറയാനില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനെ ഒന്ന് സേവിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുക. ഇതിൻ്റെ ശരിക്കുമുള്ള ഇത് പറയുക. ഗുണങ്ങളും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയാനുള്ളതാണ്. കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ഗുണമുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ശരി, നന്ദി. ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇത് കൂടുതൽ ആൾക്കാരെ കയ്യിൽ എത്തും. അതാണ് എൻ്റെ ഒരു അപേക്ഷ. ഓക്കെ, ശരി. താല്പര്യമുള്ളവർ ചെയ്യാം, താല്പര്യമില്ലാത്തവർക്ക് ചെയ്യണ്ട. ഓക്കെ, എന്നാൽ നന്ദി, നമസ്കാരം.